മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടികയിലും ആശയക്കുഴപ്പമെന്ന പരാതി. ദുരന്ത മേഖലയിൽ നിന്ന് 813 പേരെയാണ് സർക്കാർ വാടക വീടുകളിലേക്ക് മാറ്റിയത്. എന്നാൽ നിലവിലെ ഗുണഭോക്തൃ പട്ടികയിലുള്ളത് 328 പേരാണ്. നോ ഗോ സോൺ മേഖലയിൽ ഉള്ളവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. മൂന്നാമത്തെ പട്ടിക ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പാടികളിലെ 48 കുടുംബങ്ങളും പട്ടികയ്ക്ക് പുറത്താണ്. കൂടാതെ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ ആർക്ക് നൽകണമെന്നതിലും ആശയക്കുഴപ്പമാണ്. വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് വീടുള്ളവരുടെ പട്ടിക ഇനിയും തയ്യാറായിട്ടുമില്ല. സാനിയോ മനോമി നമുക്കൊപ്പം. സാനിയോ മനോമി, കണക്കെടുത്തു നോക്കുമ്പോൾ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ഇറങ്ങിയ പട്ടികയും ദുരന്ത മേഖലയിലെ മനുഷ്യരുടെ ദുരിതവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ആ മനുഷ്യർക്കൊപ്പം ഏറ്റവും ശക്തമായി നിലയുറപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ലേ നിലവിൽ? കണക്കുകൾ എങ്ങനെയാണ് സാനിയോ? സുജയ, കണക്കുകൾ നോക്കുമ്പോഴാണ് നമുക്കിതിലൊരു വൈരുദ്ധ്യം മനസ്സിലാകുന്നത്. അതായത് ഈ ദുരന്തമുണ്ടായ ഉടനെ തന്നെ സർക്കാർ വാടക വീടുകളിലേക്ക് മാറ്റിയത് 813 പേരെയാണ്. പക്ഷേ പിന്നീട് 2 ലിസ്റ്റ് വന്നപ്പോഴും രണ്ടാമത്തെ ലിസ്റ്റിന്റെ എ പാർട്ട് വന്നപ്പോഴും ആകെ 328 പേർ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നോ ഗോ സോൺ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടായിരുന്നു, റെഡ് സോൺ എന്ന് പറയുന്ന മേഖലയുണ്ടായിരുന്നു. അവിടെയൊക്കെ താമസിക്കാൻ കഴിയാത്തതും അങ്ങോട്ട് ഇനി പോകരുതെന്ന് പറഞ്ഞതൊക്കെയായ സ്ഥലങ്ങളാണ്. ഇവരെയൊന്നും ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, പാടിയിലുള്ള ഏകദേശം 48 കുടുംബങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലായി താമസിക്കുകയാണ്. അവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചുപേർ അല്പസമയത്തിനകം തന്നെ നമ്മുടെ കൂടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ആ പാടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ നമുക്കിപ്പം ഇത്തരത്തിൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത, അതേസമയം സർക്കാർ വാടക വീട്ടിലേക്ക് മാറ്റിയ റഷീദ് നമുക്കൊപ്പം ഉണ്ട്. അതായത് വാടക വീട്ടിലേക്ക് സർക്കാർ മാറ്റിയത് ഗവൺമെന്റ് എന്തായാലും സർക്കാർ മാറ്റിയതാണ്. പിന്നെ ഈ പെട്ട സ്ഥലത്തുള്ള തന്നെയാണ്. അതായത് ദുരന്തത്തിൽപ്പെട്ട പുഞ്ചിരിമട്ടത്തുള്ള ആളാണ് ഞാൻ. എൻ്റെ ഏരിയയിൽ തന്നെ ഇപ്പോൾ പുഞ്ചിരിമട്ടത്തിൽ ഏകദേശം എല്ലാ വീടും വന്നു. എൻ്റെ ഈ മാനദണ്ഡത്തിൻ്റെ ചെറിയ നൂലാമാലകൾ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ 5 വീടുണ്ട്. അടുക്കൊരിക്കലും തിരിച്ചു പോകാൻ വഴിയില്ല, ഒന്നുമില്ല, ഞാൻ താമസിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളെ ഈ ഒരു സർക്കാരിന്റെ ക്വാർട്ടേഴ്സിലേക്ക് സർക്കാർ തന്നെ മാറ്റാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ആ സ്ഥലത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടല്ലേ? അതെ, പൊട്ടിയ ചളിയെന്ന് നീച്ചു വന്നത് വെറും ഒരു ബനിയന് പറമുടിയിട്ട് വന്ന ആളുകളെ ഞങ്ങൾ. പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഗവൺമെന്റ് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ 5 വീടും അപ്പുറത്തൊരു വീട്, ആ ഒരു വീടിൻ്റെ കാര്യം പറയാൻ 8 വീട് വന്നിട്ടുണ്ട്. 2 മീറ്റർ ഡിഫറൻസ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ 2 വീട് നിൽക്കുന്ന പോലെയാണ് ആ 2 വീട്. അതിൽ ആ ഒറ്റ വീട്, ഒരു കാട്ടിനുള്ളിൽ ഒരു ഒറ്റ വീട് നിർത്തിയിട്ട് ബാക്കി എല്ലാം ലിസ്റ്റ് വന്നു. അതും ഈ മാനദണ്ഡ നൂലാമാലകളെ പേരും പറഞ്ഞിട്ടാണ്. എന്ത് നൂലാമാലയാണ് പറയുന്നത്? അതായത് 2 വീടുണ്ട്, റേഷൻ കാർഡ് ഒന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനത്തതും ഉണ്ട്. അതല്ലാതെ പിന്നെ 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർ ഈ പിന്നെ 50 മീറ്ററിന്റെ ഇത് പറഞ്ഞിട്ടാണ് അവർ മാറ്റി നിർത്തിയിട്ടുള്ളത്. റെഡ് സോൺ പറഞ്ഞിരിക്കുന്നത് 50 മീറ്റർ അല്ല, മത്തായി കമ്മീഷൻ റിപ്പോർട്ടിലാണ്. മത്തായി കമ്മീഷൻ റിപ്പോർട്ടിൽ 50 മീറ്റർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ 52 ആയി പോയത് ഉൾപ്പെടുത്തി ഇല്ല. ഈ 2 മീറ്ററിന്റെ ഇത് പറഞ്ഞിട്ടാണ് ആ വീടിന് ഒറ്റപ്പെടുത്തിയ ഒറ്റ വീട്. അവിടെ ബാക്കി വീട് വഴിയൊന്നുമില്ല, ആ വീടിന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ സബ് കളക്ടർ ചോദിച്ചപ്പോൾ പറയുന്നത് അത് ഞങ്ങൾ അന്വേഷിക്കാം, പറയാമെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, പാടിക്കാരുടെ ജീവിതം ഭയങ്കര പ്രയാസമാണ്. ഇവർ ഞങ്ങൾ അതായത് സുജയ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ 50 മീറ്ററാണ് മത്തായി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലുള്ള വീടുകളൊക്കെ ലിസ്റ്റിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 52 മീറ്റർ ആയിപ്പോയ ഒരു വീട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ വീട്ടിലേക്ക് റോഡോ അതുപോലെ ആ വീടിൻ്റെ വഴി സൗകര്യമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. അവിടേക്കുള്ള റോഡും മറ്റും തകർന്നു കിടക്കുന്നു. പ്രദേശത്ത് സ്കൂളില്ല, ഒരു ചുറ്റുപാടിലൊന്നും ആളുകളില്ല. ഇതാണ് സാഹചര്യം. പക്ഷേ അവർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നാണ് പട്ടികയിൽ ഇല്ലാതെ പോയ ഒരു മനുഷ്യനോടാണ് ഇപ്പോൾ സാനിയോ മനോമി സംസാരിച്ചത്. ഇതുപോലെയുള്ള കാഴ്ചകൾ അവിടേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്താണ് ദുരന്തബാധിതർക്ക് വേണ്ടത്, ദുരന്തബാധിതർ നേരിടുന്ന ദുരിതത്തിന്റെ ആഴം എത്രയെന്ന്. അത് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യണം. സർക്കാരിലേക്ക് ഈ വിവരങ്ങൾ ഞങ്ങൾ തുറന്ന പുസ്തകമായി വെക്കുകയാണ്. നേർക്കാഴ്ചകളാണ്. തിരികെ എത്താം. റിപ്പോർട്ടർ ലൈവ്.